പ്രിയമുള്ളവരെ നമസ്കാരം. എല്ലാവർക്കും ആദ്യം തന്നെ കേരളപ്പിറവി ആശംസകൾ നേരുകയാണ്. 1956 നവംബർ 1 കേരളം ഉണ്ടായിട്ടുള്ളത്. അതായത് അന്നുള്ള നാട്ടുരാജ്യങ്ങൾ തിരുവിതാംകൂറും കൊച്ചിയും മലബാറും മലയാളം സംസാരിക്കുന്ന ഈ 3 നാട്ടുരാജ്യങ്ങളും കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് കേരളം ഉണ്ടായിട്ടുള്ളത്. കേരളം വലിയ സംസ്കാരത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും മറ്റുള്ള സ്ഥലങ്ങളുടെയും ടൂറിസം മേഖലയിലെയും ഒക്കെ വലിയ പുരോഗതി കൈവരിച്ചിട്ടുള്ള നാടാണ് കേരളം. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കേരളത്തിന് ദൈവത്തിന്റെ സ്വന്തം നാട് എന്നുകൂടി അറിയപ്പെടുന്നത്. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ സാഹോദര്യം കൊണ്ടാണ് എല്ലാ ആളുകളുടെയും, മതമുള്ളവന്റെയും മതമില്ലാത്തവന്റെയും എല്ലാം ഒരു മാലയിൽ കോർത്ത മുത്തുമണികളെ പോലെ സാഹോദര്യത്തോടെ, സമ്പൽ സമൃദ്ധിയോടുകൂടി, സ്നേഹത്തോടുകൂടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സൗഹൃദം പങ്കിട്ട് ഒരാഘോഷം ഉണ്ടാകുമ്പോൾ അങ്ങോട്ട് പോയി, ഒരാഘോഷം ഉണ്ടാകുമ്പോൾ ഇങ്ങോട്ട് വന്ന് എല്ലാവരും ഒരു മാലയിൽ കോർത്ത മുത്തുമണികളെ പോലെ പ്രവർത്തിക്കുന്നവരായിട്ടാണ് ഇന്ന് ഈ കേരളം. മറ്റുള്ള സംസ്ഥാനങ്ങൾ പോലും പല വിഷം വമിപ്പിക്കുന്ന സംസാരങ്ങൾ പോലും നമ്മുടെ ഐക്യം കൊണ്ടുകൊണ്ടാണ്, അവരുടെ അസൂയപ്പെട്ടുകൊണ്ടാണ് നമ്മളെ കുറ്റപ്പെടുത്തുന്നത്. നമുക്കറിയാം, മുമ്പ് അടുത്ത കാലത്ത് ഒരു കളമശ്ശേരിയിൽ ഒരു സ്ഫോടനം ഉണ്ടായപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കൊരു വാർത്ത, അത്തരം സാഹചര്യങ്ങളൊക്കെ അതിജീവിച്ചവരാണ് മലയാളികൾ. ഒരുപാട് സഹിച്ചവരാണ്, ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചവരാണ്. കാരണം നമുക്കറിയാം, ഓരോ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴും എല്ലാവരും ഒരുമിച്ചവരാണ് കേരളത്തിലെ ആളുകൾ. ഇനിയും പല ഛിദ്രശക്തികളുടെയും പല വിഷം വമിപ്പിക്കുന്നവരുടെയും ആളുകൾക്കെതിരെ നാം പ്രവർത്തിച്ചുകൊണ്ട്, സൗഹൃദങ്ങളിൽ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് എല്ലാവരും ഒന്നായി മുന്നോട്ട് പോവട്ടെ എന്ന് മാത്രമാണ് ഈ കേരളപ്പിറവി ദിനത്തിൽ നിങ്ങളോട് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.